അനിലജനെ നിശിചരകുലാധിപൻ മുമ്പിൽ വച്ചാതിഥേയാധിപാരാതി ചൊല്ലിയിടിനാൻ. അമിത നിശിചരവരരെ രണശിരസി കൊന്നവനാശു വിരിഞ്ചാസ്ത്ര ബദ്ധനായിടിനാൻ. ജനക തവ മനസ്സി സചിവന്മാരുമായിനി ചെമ്മേ വിചാര്യ കാര്യം നീ വിധീയതാം. പ്ലവകുലവരനറിക സാമാന്യനല്ലിവൻ പ്രത്യർത്ഥി വർഗത്തിനെല്ലാമൊരന്തകൻ. നിജതനയ വചനമിതി കേട്ടു ദശാനനൻ നിൽക്കും പ്രഹസ്തനോടോർത്തു ചൊല്ലിടിനാൻ. ഇവനിവിടെ വരുവതിനു കാരണമെന്തെന്നുമെങ്ങു നിന്നത്ര വരുന്നതെന്നുള്ളതും ഉപവനവു മനിഷമതു. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃക്കോതമംഗലം മഹാദേവ ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇവിടെ വരാനുണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴത്തേന് ഞാൻ കടമുറി വരെ വന്നതാണ്. അന്നേരത്തേന് എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നി. അങ്ങനെ ഞാനിവിടെ വന്നതാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ എന്നെ വിളിച്ചായിരുന്നു ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാവുന്ന വെച്ചാണ് ഇവിടെ വന്നത്. അപ്പോൾ നിങ്ങളെ കാഴ്ചകളെല്ലാം ഒന്ന് കാണുക. അതുപോലെ ഈ ക്ഷേത്രത്തിന് ചില പ്രത്യേകതകളുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പം ഞാനിവിടെ ബലിയിടുകയും എല്ലാം ചെയ്ത് ഇവിടെ തന്നെയാണ്. അപ്പം ഈ ബലിത്തറയും അതുപോലെ ഇവിടെ ഒരു അരുവിയും ഇതൊക്കെ ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. അതിൻ്റെ കഥകളൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ അതുപോലെ തന്നെ അതിപുരാതനവും കേരളത്തിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിലൊന്നായ തൃക്കോതമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ക്ഷേത്രത്തിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം ബലിയിടാൻ വേണ്ടി അവിടെ വന്നപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതിന് ഒത്തിരി പ്രത്യേകതകളുള്ളൊരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം ആർക്കും അറിയത്തില്ല. പരശുരാമൻ, പാക്കനാർ, ഈ പാക്കിലമ്പലമൊക്കെ പാക്കനാർ പണിത ക്ഷേത്രങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ക്ഷേത്രവും പാക്കനാർ നിർമ്മിച്ചതാണ്. കാലപ്പഴക്കത്താൽ ഈ ക്ഷേത്രത്തിൻ്റെ പല സ്ഥലങ്ങളും ജീർണാവസ്ഥയിലാണ്. അപ്പോൾ ഇതൊരു സർപ്പക്കാവാണ്. അപ്പം ഞാൻ സർപ്പക്കാവിൻ്റെ അകത്തോടെ കയറിയിട്ട് ഇവിടെ ഒരു അരുവി ഒഴുകുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു അത്ഭുതം എന്ന് പറയാൻ നിങ്ങളെ കാണിക്കുന്നത്. ആ അരുവി കണ്ടോ, ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ വരുന്ന ഒരു അരുവിയാണ്. നല്ല മഴക്കാലത്തൊക്കെ നല്ല ശക്തിയായ വെള്ളം ഒഴുകുന്നൊരു സ്ഥലമാണ്. കണ്ടോ, ഇത് വരുന്നത് ഇവിടുന്ന് താഴോട്ട് പോയിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ അടിയിൽക്കൂടെ, ശ്രീകോവിലിന് അടിയിൽക്കൂടെയാണ് ഈ അരുവി പോകുന്നുള്ളതാണ്. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എപ്പോഴും ഇവിടെ വെള്ളമുണ്ട്. ശ്രീകോവിലിൻ്റെ അടിയിൽ കൂടെ വരുന്ന വെള്ളത്തിനാണ് കൂടുതൽ ശക്തിയായിട്ടാണ് ആ ബലി ഇടുന്നിടത്തോട്ട് ശ്രീകോവിലിൻ്റെ അടിയിൽ കൂടെ വരുന്നത്. അതുപോലെ തന്നെ ഇത് ശ്രീകോവിലിൻ്റെ അകത്തും വെള്ളം, അതുപോലെ നല്ല മഴക്കാലത്തുണ്ട് ഇതിലേ കയറി വരും വെള്ളം. അതൊക്കെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. അതിൻ്റെ അപൂർവ ഒരു നിർമ്മിതി തന്നെയാണ് ഇതിൻ്റെ. നല്ല മനോഹരമായ ക്ഷേത്രമാണ്. ക്ഷേത്രക്കുളം തൊട്ട് താഴെയുണ്ട്. നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്ത് ഈ കിണറെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഇത് പറ്റത്തില്ല. അത്രയ്ക്കും എപ്പോഴും വെള്ളം നിറഞ്ഞു കിടക്കും. ഈ താഴത്തെ കുളം, ഈ കിണറിൻ്റെ തൊട്ട് താഴെയാണ് ക്ഷേത്രത്തിൻ്റെ കുളം. അത് ചിലപ്പം പറ്റും, പക്ഷേ ഈ കിണർ പറ്റത്തില്ല. അത്രയ്ക്കും ഒരു പുണ്യതീർത്ഥമാണ് കിണറ്റിലുള്ളത്. എന്നാൽ ക്ഷേത്രം കാലപ്പഴക്കത്താൽ ജീർണതാവസ്ഥയിലാണ്. അതുപോലെ ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളി, വലിയമ്പലം, ബലിക്കൽപ്പുര എന്നിവ കാലപ്പഴക്കത്താൽ വളരെയേറെ ജീർണാവസ്ഥയിലാണ്. അപ്പോൾ അവിടെ അതിൻ്റെ പുനരുദ്ധാന പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഈ മാസം ചിങ്ങത്തിലാണ് തടി ഉരുപ്പടികളെല്ലാം ക്ഷേത്രഭാരവാഹികളെല്ലാം അത് പണിത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിങ്ങമാസത്തിലാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അപ്പം എല്ലാ ഭക്തജനങ്ങളുടെ സഹകരണങ്ങളുണ്ടെങ്കിൽ മാത്രമുണ്ട്. ഇവിടെ എല്ലാം ക്ഷേത്രത്തിൻ്റെ പഴക്കം കൊണ്ടാണ് മതിൽക്കെട്ടെല്ലാം ജീർണാവസ്ഥയിലാണ്. കണ്ട് ഒരു സൈഡിലോട്ട് ചെരിഞ്ഞാണ് മതിൽക്കെട്ടിരിക്കുന്നത്. ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഒരു ക്ഷേത്രത്തിന് ദോഷം വരിക എന്ന് പറയുന്നത് ആ നാടിന് തന്നെ ഒരു വലിയ ദോഷമായിട്ട് മാറും. അപ്പോൾ ആ നാട്ടുകാരെല്ലാം കൂടി സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ടൊരു ക്ഷേത്രം ഇവിടെ പുനർനിർമ്മിക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് അതിൻ്റെ ഭാരവാഹികളും എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
നല്ല മനോഹരമായ കൊത്തുപണികളൊക്കെ ഉണ്ട് അകത്ത്. വളരെ നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ അന്തരീക്ഷം എല്ലാം വളരെയേറെ ഇഷ്ടപ്പെടും. നമ്മുടെ പുതുപ്പള്ളിക്ക് അടുത്ത് ഇതുപോലൊരു ക്ഷേത്രം ഉണ്ടായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ക്ഷേത്രത്തിൻ്റെ പരിസരവും അതുപോലെ കുളവും കാര്യങ്ങളും എല്ലാം കണ്ടപ്പോഴത്തേന് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അതുപോലെ ക്ഷേത്രത്തിലെ നീരുറവയെ പറ്റി ആ ക്ഷേത്രത്തിലെ ഒരു സുഹൃത്ത് എന്നോട് വിളിച്ച് എനിക്ക് ഫോട്ടോയൊക്കെ ഇട്ട് തന്നെ. അപ്പം അന്നേരം തൊട്ടേ ഇതൊന്ന് കാണണമെന്നൊരു വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഈ വാവിനാണ് അത് സാധിച്ചത്. അപ്പം ഞാൻ കാടമുറി അമ്പലത്തിൽ ചെന്നപ്പോഴത്തേന് അവിടുത്തെ ആൾക്കാരെല്ലാം ബലിയിടുന്നത് തൃക്കോതമംഗലത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നേരത്തിനാണ് ഇങ്ങോട്ട് വന്നത്. ഈ കിണർ ഒരു കാലത്തും പറ്റത്തില്ല. അതുകൊണ്ട് ഈ മതിലെല്ലാം ഇവിടെ എല്ലാം മൊത്തം ചുറ്റുമതിലെല്ലാം പൊട്ടി നിൽക്കുകയാണ്. ഇതാണ് ക്ഷേത്രക്കുളം. അപ്പം നമുക്ക് താഴോട്ട് ഇറങ്ങാം. ഇവിടെയാണ് കർക്കിടവാവിന് ബലിതർപ്പണം നടക്കുന്നത്. ധാരാളം ആൾക്കാർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. പുതുപ്പള്ളി പരിസരത്തുള്ള നിരവധി ആൾക്കാർ അവിടെയുണ്ട്. അപ്പോൾ ഈ സൈഡിൽ കൂടെ വരുന്ന ഈ അരുവിയാണ് ക്ഷേത്രത്തിൻ്റെ അടിവശത്തൂടെ വരുന്നത്. ഇത് ശ്രീകോവിലിൻ്റെ അടിയിൽ കൂടെയാണ് ഈ അരുവി ഇവിടെ വരുന്നത്. അപ്പം ബലിയിടുന്നവർക്കെല്ലാം ഒരു പുണ്യ തീർത്ഥമായിട്ട് കണ്ടോ, നല്ല ഒഴുക്കാണ്. അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ RC രാജേഷാണ്. അതുപോലെ സെക്രട്ടറി KK വിശ്വനാഥൻ നായരാണ്. അതുപോലെ ക്ഷേത്രത്തിൻ്റെ ഖജാൻജി KJ രമേശ് നായരാണ്. അപ്പം ഞാനിവിടെ ക്ഷേത്രത്തിൻ്റെ സംഭാവനകൾ അയക്കാനുള്ള ബാങ്ക് അക്കൗണ്ട് നമ്പറെല്ലാം ഒന്ന് കൊടുക്കുകയാണ്. നിങ്ങളെക്കൊണ്ട് കഴിവതും നിങ്ങൾ അതിന് സഹായിക്കണം. വളരെ ശക്തിയായിട്ട് തന്നെയാണ് അരുവി ഒഴുകുന്നത്. കണ്ടോ, നിങ്ങൾക്കറിയാം, അവിടെ നിൽക്കുമ്പോഴത്തേനും അറിയാം. ഇപ്പം ഞാൻ ഇവിടെ തന്നെയാണ് ഞാൻ ബലിയിടാൻ ഒരുങ്ങിയത്. ആ സമയത്ത് സ്വല്പം തിരക്ക് കുറഞ്ഞ. അതുപോലെ ബലിതർപ്പണത്തിൻ്റെ കാര്യങ്ങളും ആ ചടങ്ങുകളുമെല്ലാം വളരെ നമുക്ക് മനസ്സിലാകത്ത വിധം പറഞ്ഞു തന്നാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ തൊട്ട് താഴെ തീർത്ഥക്കുളമുണ്ട്. അവിടെ മുങ്ങി ശാന്തിക്ക് ദക്ഷിണയും സമർപ്പിച്ചാണ് എല്ലാവരും മടങ്ങുന്നത്. വെളുപ്പിനെ എപ്പോഴാണ് തുടങ്ങി? ഏകദേശം എത്ര പേരോളം? 400 പേരോളം. അതെ, നല്ല ഭംഗിയാട്ടോ ഇതെല്ലാം. ഞാൻ നിന്നാ ഇത് ശരിക്കും ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അതെ അതെ, ഇതൊരു ഭയങ്കര ഇത് തന്നെയാണ് കേട്ടോ. ഇത് അത് ആ നമ്മുടെ ഈ പാക്കിലമ്പലവും എനിക്ക് തോന്നുന്നു ഇതുമായിട്ട് കണക്റ്റഡ് ആണ് സ്ഥാപിച്ച. അതെ അതെ. പക്ഷെ അതിൻ്റെ പ്രാധാന്യം ആൾക്കാർക്കൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. ഈ അരുവിയുടെ അടിയിൽ പെയിൻറ്റുമായിട്ട് തന്നെയാണ് താഴത്തെ അമ്പലം. ശരിക്കും പുറത്തെ അമ്പലമാണ് പണ്ടുള്ളത്. കുറേ ഇരിക്കുന്നുണ്ട്. പൈസൊക്കെ ഉള്ള കാലത്ത് അടിപ്പിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഈ അരുവിയിൽ വിളിച്ചിട്ട് ചെയ്തപ്പോൾ അവിടെ പൊങ്ങി വന്ന ഈ താഴത്തെ അത് ശരി. അത് ഈ അരുവിയിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര ചരിത്രമുള്ള അമ്പലം.
ആ കിണറിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അനിലജനെ നിശിചരകുലാധിപൻ മുമ്പിൽ വച്ചാതിതേയാധിപാരാതി ചൊല്ലിയിടിനാൻ